കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. മകന് ദേവസ്വം ബോർഡിൽ ജോലിയും നൽകും. മകളുടെ ചികിത്സയ്ക്കായുള്ള പ്രാർത്ഥനയിൽ എന്നാണ് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറയുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ബിന്ദുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് കോട്ടയം ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചത്. ബിന്ദുവിന്റെ മകൻ നവനീതിന് ഉചിതമായ ജോലി നൽകുവാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് മന്ത്രിസഭ ശുപാർശ ചെയ്തു. മറ്റൊരു കാര്യം അവർ ആവശ്യപ്പെട്ടിരുന്നത് മകനൊരു ജോലി വേണം. അദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് പാസ്സായിട്ടുള്ള ആളാണ്. ആ ജോലി ഗവൺമെൻറ് ജോലിയായിരുന്നാൽ കൊള്ളാം എന്നവർ പറഞ്ഞു. അല്ലെങ്കിൽ സ്ഥിരം ജോലിയായിരുന്നു. ഞങ്ങളന്ന് അവിടെ ആദ്യം ചെന്നപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാത്ത താൽക്കാലിക ജോലി മെഡിക്കൽ കോളേജിലാണെന്ന് സൂചിപ്പിച്ചു. അദ്ദേഹം പഠിച്ചിരുന്ന വിഷയം സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ആയതുകൊണ്ട് അതിനനുയോജ്യമായൊരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ക്യാബിനറ്റ് യോഗം അവരുടെ ആ ആഗ്രഹം അനുസരിച്ച് തന്നെ അവർക്ക് സ്ഥിരം ജോലി കൊടുക്കാൻ തീരുമാനിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന പ്രശ്നമാണ്. അത് 10 ലക്ഷം രൂപ ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി നൽകാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അമ്മയുടെ മരണം സംഭവിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടറിയിച്ചതിനെ തുടർന്നാണ് ദേവസ്വം ബോർഡിലേക്ക് മാറ്റിയത്. ഇപ്പോൾ മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ലെന്നും ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന മകളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നും ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു. ഞാനിപ്പം കൊച്ചിൻ്റെ സർജറി ആയിട്ട് നിൽക്കുക. ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ, 4 മണിക്ക് കഴിഞ്ഞ് ഐസിയുല. എനിക്ക് പോലും കാണാൻ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ ആരോഗ്യത്തിലുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ സർക്കാരിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മറുപോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ നമ്മളത് ആലോചിക്കേണ്ട. അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്, തരാം, അവർ തരും. അപ്പം അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ട് അല്ലാതെ ഞാനിപ്പോൾ അതിൻ്റെ പുറകിലൊന്നും പോകുന്നില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം, പക്ഷേ അതിൻ്റെ വഴിക്ക് ഞാൻ പോകുന്നില്ല. എൻ്റെ കാര്യം ഇപ്പോൾ കൊച്ചിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കട്ടെ, അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. 25 ലക്ഷം രൂപ ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായം പ്രഖ്യാപിക്കണമെന്നായിരുന്നു BJPയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നത്. ജനം, കോട്ടയം.